ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. അതിനായിട്ട് നമ്മൾ പച്ചരി കുതിർത്ത് ആട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് നമ്മൾ വയണയില ഇട്ടിട്ടുണ്ട്, ഉപ്പ്, ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയ ശർക്കര. എന്നിട്ട് നമ്മളത് നല്ലതുപോലെ ഇങ്ങനെ ആട്ടി ഈ പരുവത്തിന് എടുത്തിട്ട് നമുക്കൊരു 4 മണിക്കൂർ വെച്ചേക്കണം. അപ്പം മാവ് നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ ഈ കൺസെപ്റ്റിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ലതുപോലെ ചൂടാകണം, ഇല്ലെങ്കിൽ നമുക്ക് ആ പരുവം കിട്ടത്തില്ല. ഇതിന് നമ്മൾ ഏലക്കായെല്ലാം ചേർത്തിരിക്കുന്ന വയണയിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണ തിളച്ചതിന് ശേഷം ഓരോ കരണ്ടിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് നല്ലതുപോലെ കുറുകി എടുത്ത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നല്ല പൊങ്ങി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പഴം ചേർക്കണം കേട്ടോ, അടിച്ചെടുക്കാനായിട്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരെണ്ണം ചേർത്താൽ മതി. നമുക്കിപ്പോൾ തോനെയൊന്നും ഉണ്ടാക്കേണ്ട, കാരണം നമ്മൾ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം മാക്സിമം നമ്മളൊരു പേരിന് വേണ്ടി പഴം ചേർത്താൽ മതി, നമുക്ക് തോനെയൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ പഴം കൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം നമ്മളിങ്ങനെ ഇത് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിത് വെന്തെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഒരു ക്ലോക്കിട്ട് നമുക്ക് ഒരു കരണ്ടി കുത്തി വെക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കണക്കത്തെ കരണ്ടി വെച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പരുവം കിട്ടും. ആ എണ്ണ ഇങ്ങനെ അതിൻ്റെ അകത്ത് നമുക്ക് നിവക്കം നിൽക്കണം, എന്നാലേ നമുക്കതിൻ്റെ ഒരു പരുവം കിട്ടത്തുള്ളൂ. പിന്നെ ഉണ്ണിയപ്പം ഇഷ്ടമല്ലാത്തവർ ആരും കാണത്തില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഉണ്ണിയപ്പം നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ശകലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ അതിൻ്റെ മീതയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പരിപാടി. 4 മണിക്കൂർ ഞാൻ വെച്ചേക്കണമെന്ന് പറയുമ്പോൾ അത്രയും മാവിരുന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇപ്പോഴും കണ്ടേ ഈ പഞ്ചസാരങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ചെറിയൊരു ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ കൊട്ടാരക്കര ഉണ്ണിയപ്പമൊക്കെ കണ്ടിട്ടില്ലേ, അതേ കണക്കുള്ള ഇത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ഇപ്പം നല്ല ചൂടുണ്ട്, എന്നാലും മാക്സിമം നമ്മൾ പിടിക്കുന്നുണ്ട്. കണ്ട അത് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ ചെയ്യും.